ഇന്നത്തെ ക്രാഷ് കോഴ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ +1 അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രാഷ് കോഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഏതൊക്കെ രീതിയിൽ ചോദിക്കാൻ പറ്റും, നമുക്ക് ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ള ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എങ്ങനെ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടൊരു ആൻസറിലോട്ട് എത്താം, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് മെയിൻലി പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നിങ്ങൾ ഓൾറെഡി ഒരു സെറ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാനായിട്ടാണ് പോകുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കണം. അപ്പോൾ ഫസ്റ്റ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ ആദ്യം എന്തുവാണ് പഠിക്കുന്നത്, ഏതൊക്കെ ടിഷ്യൂ സിസ്റ്റംസ് നമ്മുടെ പ്ലാന്റ്സിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലേ? പുറത്ത് നമുക്ക് ഏറ്റവും പുറത്തായിട്ട് എപ്പിഡെർമിസ് ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് എന്തുണ്ട്, വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മോണോകോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെം, മോണോകോട്ട് സ്റ്റെം, ഡൈക്കോട്ട് ലീഫ്, മോണോകോട്ട് ലീഫ്, ഇങ്ങനെ ഇത്രയും ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക്. നമ്മൾ ആൻജിയോസ്പോംസിന്റെ കാര്യമാണ് പറയുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ആൻജിയോസ്പോംസ് ആണ്. ആൻജിയോസ്പോംസിനെ നമ്മൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തു? നമ്മൾ ഡൈക്കോട്ട്സ് എന്നും മോണോകോട്ട്സ് എന്നും ഡിവൈഡ് ചെയ്തു അല്ലെ? അപ്പോൾ ഈ ഡൈക്കോട്ട്സിനകത്തും മോണോകോട്ട്സിനകത്തും നമ്മൾ ഇന്റേണലി എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് ഇരിക്കുന്നത്, ഇവർക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ ടിഷ്യൂസ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഏതൊക്കെ സെൽസ് ഇതിനകത്ത് കാണാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കേണ്ടത് ടിഷ്യൂ സിസ്റ്റം ആണ്. ഓക്കെ, ടിഷ്യൂ സിസ്റ്റം നമുക്ക് ഫസ്റ്റ് നോക്കണം. ടിഷ്യൂ സിസ്റ്റം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം ഏതാണ് വരിക? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ആണ് വരുന്നത് അല്ലേ? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സാധാരണയായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എപ്പിഡെർമിസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്തുവാണ്? പുറമേ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എപ്പിഡെർമൽ സെൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? പുറമേ ഉള്ള അറ്റാക്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. ഏറ്റവും നമ്മുടെ പ്ലാന്റ് ബോഡിയുടെ ഏറ്റവും പുറമേ ആയിട്ട് കാണുന്ന ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസ് കാണുന്ന റീജിയൻ ആണ് ഇതെന്ന് പറയുന്നത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ? ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ എങ്ങനത്തെ സെൽസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റാം? ഇലോങ്ങേറ്റഡ് സെൽസ് ആണ് കാണാനായിട്ട് പറ്റുക അല്ലെ? ഇലോങ്ങേറ്റഡ് സെൽസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് എപ്പിഡെർമിസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ഏതിനെയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എപ്പിഡെർമൽ സെൽസ് ഉണ്ട് അല്ലെ? ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള എപ്പിഡെർമൽ സെൽസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വേറെ ആര് വരുന്നുണ്ട്? സ്റ്റൊമാറ്റ വരുന്നുണ്ട്. ഈ സ്റ്റൊമാറ്റ തന്നെ എല്ലായിടത്തും വരുമോ? ഇല്ല അല്ലെ? സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ്? നമുക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സിന്റെ ഓർഗനാണ് സ്റ്റൊമാറ്റ അല്ലെ? അപ്പോ റൂട്ട്സിന് റെസ്പിറേഷൻ വേണോ? വേണ്ട, റൂട്ട്സ് മണ്ണിന്റെ അടിയിലുള്ളതാണ് അല്ലെ? അപ്പോൾ എന്തുവാണ്, നമുക്ക് റൂട്ട്സിൽ സ്റ്റൊമാറ്റ കാണാൻ പറ്റില്ല. എവിടെ കാണാനായിട്ടായിരിക്കും പറ്റുക? നമുക്ക് ചില യങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റെമ്മിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ പൊതുവെ എവിടെ കാണാനായിട്ട് പറ്റും? നമുക്ക് നമ്മുടെ ലീവ്സിൽ കാണാനായിട്ട് പറ്റും അല്ലെ? സ്റ്റൊമാറ്റ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറയുന്നത് ഏതിനെയൊക്കെയാണ് നമ്മൾ ചേർത്ത് പറയാ? റൂട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? റൂട്ട് ഹെയർസ് ഉണ്ടായിരിക്കും അല്ലെ? റൂട്ട് ഹെയർസ് ഉണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെമ്മിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് കാണാൻ പറ്റും? ട്രൈക്കോംസ് കാണാൻ പറ്റും അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഇതിനകത്ത് തന്നെ നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എപ്പിഡെർമിസ് ഏറ്റവും പുറമേ ഉള്ള സെൽസ് ആണ്. ഈ സെൽസിനെ തന്നെ പുറമേ നിന്ന് കവർ ചെയ്ത് ആരെ കാണാനായിട്ട് പറ്റും? നമുക്ക് ക്യൂട്ടിക്കിളിനെ കാണാനായിട്ട് പറ്റും ഇല്ലേ? ക്യൂട്ടിക്കിൾ പ്രസന്റ് ആയിരിക്കും. ഇതിനെ പുറമേ നിന്ന് കവർ ചെയ്തുകൊണ്ട് ക്യൂട്ടിക്കിൾ കാണാനായിട്ട് പറ്റും. പക്ഷെ ക്യൂട്ടിക്കിൾ എവിടെ ഇല്ല? റൂട്ടിൽ എന്തില്ല? ക്യൂട്ടിക്കിൾ ഇല്ല. റൂട്ടിൽ കാരണം ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു തിക്കായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അല്ലെ? അപ്പൊ ഈ ക്യൂട്ടിക്കിൾ പുറമേ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ അബ്സോർബൻസി കുറയും. അതുകൊണ്ട് തന്നെ റൂട്ട്സിൽ എന്തില്ല? ക്യൂട്ടിക്കിൾ ഇല്ല. പിന്നെ റൂട്ട് ഹെയർസ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്? അറിയാന്നുള്ള കാര്യമാണ് അല്ലെ? റൂട്ട് ഹെയർസ് എന്ത് ചെയ്യുന്നുണ്ട്? സർഫസ് ഏരിയ കൂട്ടുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഇതൊരു സെൽ ആണെന്നുണ്ടെങ്കിൽ, സാധാരണ സെൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ റൂട്ട് ഹെയർസ് വരുമ്പോൾ അതെങ്ങനെ വരും? ഇങ്ങനെ ചെറിയ പ്രൊജക്ഷൻ ആയിട്ട് ഇങ്ങനെ വരും അല്ലെ? അപ്പൊ ഇവിടെ എന്ത് കൂടി? ആ ഒരു സെല്ലിന്റെ സർഫസ് ഏരിയ കൂടി അല്ലെ? അപ്പൊ സർഫസ് ഏരിയ കൂടുമ്പോഴത്തേക്കും അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന, വാട്ടർ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഏരിയയും എന്ത് ചെയ്തു? കൂടി. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ റൂട്ട് ഹെയർസ് വരുന്നത്. വാട്ടർ മാത്രമാണ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്, മിനറൽസും കൂടെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ ട്രൈക്കോംസ് ആണ്. ട്രൈക്കോംസ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് വരാം? യൂണിസെല്ലുലാർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? മൾട്ടി സെല്ലുലാർ ആയിരിക്കാം. ട്രൈക്കോംസ് എവിടെ കാണാൻ പറ്റും? സ്റ്റെമ്മിൽ കാണാൻ പറ്റും ഇല്ലേ?
ഇവിടെ ട്രൈക്കോംസ് നമുക്ക് നോക്കുമ്പോഴത്തേക്കിലും ബ്രാഞ്ച്ഡ് ആകാം അല്ലെങ്കിൽ അൺബ്രാഞ്ച്ഡ് ആകാം. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തക്കാളി, വഴുതനങ്ങ അതുപോലത്തുള്ള ചെടികൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കിലും അവരുടെ പുറമെ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ട്രൈക്കോംസ് കാണാൻ പറ്റും. എസ്പെഷ്യലി ഈ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ വൈറ്റ് കളറിൽ ഇങ്ങനെ മുള്ളു പോലെ ചെറുതായിട്ട് പ്രൊജക്ഷൻസ് ആയിട്ട് ട്രൈക്കോംസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ട്രൈക്കോംസും കാണാം, അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ട്രൈക്കോംസും കാണാൻ പറ്റും. ചില ട്രൈക്കോംസ് എങ്ങനെയുള്ളതാണ്? സെക്രീറ്ററി ആണ്, അതായത് അവർ ചില സബ്സ്റ്റൻസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ട്രൈക്കോംസിന്റെ ഫംഗ്ഷൻ എന്തുവാണ്? ട്രാൻസ്പിറേഷൻ കുറയ്ക്കുന്നുണ്ട്, വാട്ടർ ലോസ് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ എന്തും ചെയ്യുന്നുണ്ട്? നമ്മൾ പെസ്റ്റ് അറ്റാക്കിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ട്രൈക്കോംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ആളാണ് സ്റ്റൊമാറ്റ എന്ന് പറയും. നമ്മുടെ എപ്പിഡെർമിസിലെ ആളാണ് സ്റ്റൊമാറ്റ അല്ലെ. സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം സ്റ്റൊമാറ്റ എങ്ങനെയാണ് വരിക? നമുക്ക് ഇങ്ങനെ 2 ഗാർഡ് സെൽസ് ഉണ്ട് അല്ലെ. 2 ഗാർഡ് സെൽസിന്റെ ഇടയിൽ ആരിപ്പുണ്ട്? സ്റ്റൊമാറ്റൽ പോർ ഇരിപ്പുണ്ട്. ഇനി ചില ഗാർഡ് സെൽസിനെ ചുറ്റിയുള്ള ചില സെൽസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും ടു ഫോം വാട്ട്? സബ്സിഡറി സെൽസ് അല്ലെ. ചില സെൽസ് മോഡിഫൈ ചെയ്ത് എന്തായിട്ട് മാറും? സബ്സിഡറി സെൽസ് ആയിട്ട് മാറും. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന സെൽ എന്തുവാണ്? ഇവിടെ നമ്മൾ ഈ ഒരു ഫിഗർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഏത് സ്റ്റെം ആണെന്ന് പറയാൻ പറ്റുമോ? ഏത് ലീഫ് അല്ലെങ്കിൽ സ്റ്റെം ആണെന്ന് പറയാൻ പറ്റുമോ? ഈ കാണിച്ചിരിക്കുന്നത് ഏത് പ്ലാന്റ് ആയിരിക്കും? ഡൈക്കോട്ട് ആയിരിക്കോ മോണോക്കോട്ട് ആയിരിക്കോ? എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്ന ഗോഡ് സെൽസ് എങ്ങനത്തെ ഷേപ്പിലുള്ളതാണ്? ബീൻ ഷേപ്പ് ആണ് അല്ലെ. ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള ഗോഡ് സെൽസ് എവിടെയാ കാണാൻ പറ്റുക? ഡൈക്കോട്ട്സിലായിരിക്കും ബീൻ ഷേപ്പ് കാണാൻ പറ്റുക. പക്ഷെ മോണോക്കോട്ട് ആണെന്നുണ്ടെങ്കിൽ മോണോക്കോട്ടിൽ എങ്ങനെയായിരിക്കും ഇരിക്കുക? ഡംബൽ ഷേപ്പിലായിരിക്കും ഇരിക്കുക അല്ലെ. ഇങ്ങനത്തെ ഒരു ഷേപ്പില് 2 സെൽസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക അല്ലെ. അപ്പോ നമുക്ക് സ്റ്റൊമാറ്റോ വെച്ചിട്ട് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഡൈക്കോട്ടിനെയും മോണോക്കോട്ടിനെയും. ഡൈക്കോട്ടിലാണെന്നുണ്ടെങ്കിൽ ബീൻ ഷേപ്ഡും മോണോക്കോട്ടിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഡംബൽ ഷേപ്പും ആയിരിക്കും അല്ലെ. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആണ്. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തിനെയൊക്കെയാണ് നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നമ്മുടെ എപ്പിഡെർമൽ സെൽസും അതുപോലെ തന്നെ വാസ്കുലാർ സെൽസും സൈലം ഫ്ലോയം ഒഴികെയുള്ള സെൽസും, നമ്മുടെ സൈലം ഫ്ലോയം സെൽസും എപ്പിഡെർമൽ സെൽസും, ഇത് രണ്ടും ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള എന്തൊക്കെ സെൽസ് ഉണ്ടോ അതിനെല്ലാം നമ്മൾ എന്തെന്നാണ് വിളിക്കുക? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്നാണ് വിളിക്കുക അല്ലെ. All the cells except the epidermis and vascular bundles are included in the ground tissue system ഇല്ലേ. ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എങ്ങനെയുള്ള സെൽസ് ഉണ്ടായിരിക്കാം? പാരൻകൈമാറ്റസ് സെൽസ് ഉണ്ടായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കോളൻകൈമാറ്റസ് സെൽസ് ഉണ്ടായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കാം? സ്ക്ലീറൻകൈമാറ്റസ് സെൽസും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മളെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം നമുക്ക് എവിടെയൊക്കെ കാണാനായിട്ട് പറ്റും? പ്രൈമറി സ്റ്റെം ആൻഡ് റൂട്ട്. പ്രൈമറി സ്റ്റെം റൂട്ട് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? ആദ്യം ചെടി മുളച്ചു വരുന്ന സമയത്തുള്ള ആദ്യമേ നമ്മൾ കാണുന്ന സ്റ്റെമ്മും റൂട്ടും. അതിനകത്ത് വരുന്ന പ്രൈമറി സ്റ്റെമ്മിനകത്തും റൂട്ടിനകത്തുമുള്ള ഏതൊക്കെ ഭാഗങ്ങളില്? കോർട്ടെക്സ്, അതുപോലെ തന്നെ പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റേസ്, ഇവിടെ എല്ലാം നമുക്ക് എങ്ങനത്തെ സെൽസ് ആണ് കാണാൻ പറ്റുക? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തില് പാരൻകൈമാറ്റസ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുക അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് മീസോഫിൽ സെൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള സെൽസ് ആണ്. പാരൻകൈമാറ്റസ് ആയിട്ടുള്ള തിൻ വാൾഡ് ആയിട്ടുള്ള വളരെ ചെറിയ സെൽസ് ആയിരിക്കും. നമുക്ക് പലതരത്തിലുള്ള ഡിഫറൻസിയേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്ക് അത് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. ഇവിടെ മീസോഫിൽ സെൽസ് എന്ന് പറയുമ്പോൾ എങ്ങനത്തെ സെൽസ് ആയിരിക്കും? നമുക്ക് മീസോഫിൽ സെൽസിനകത്ത് എന്തുവാണ് പ്രത്യേകത വരുന്നത്? ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള സെൽസ് ആണല്ലേ. ക്ലോറോപ്ലാസ്റ്റ് ഉള്ള സെൽസ് ആയിരിക്കും. അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫോട്ടോസിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും മിക്കവാറും ഈ മീസോഫിൽ സെൽസ് കാണുക? ലീവ്സിലായിരിക്കും കാണുക അല്ലെ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ആണ്. ഏറ്റവും അവസാനത്തെ ടിഷ്യൂ സിസ്റ്റം വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എങ്ങനെയാ വരുന്നത്? നമുക്ക് പലതരത്തിലുള്ള വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. എങ്ങനെയായിരുന്നു? നമുക്ക് വാസ്കുലാർ സിസ്റ്റം എങ്ങനെ വരാം? ഒന്നുകിൽ കൺജോയിന്റ് ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ റേഡിയൽ ആകാം. മീൻസ് വാട്ട്? കൺജോയിന്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? സൈലവും ഫ്ലോയും ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൺജോയിന്റ് വാസ്കുലാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. മീൻസ് നമുക്കിവിടെ സൈലം
പ്രിഫറബിളി സൈലം എങ്ങനെയായിരിക്കും? മോസ്റ്റ് പ്രോബബ്ലി സൈലം അകത്തും ഫ്ലോയം പുറത്തുമായിട്ട് ഒരേ റേഡിയസിലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. സൈലവും ഫ്ലോയും ഇങ്ങനെ, സൈലം അകത്തും അതുപോലെ തന്നെ ഫ്ലോയം പുറത്തുമായിട്ട് ഇങ്ങനെ സൈലം ഫ്ലോയം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു റേഡിയസിന് ചുറ്റുമായിട്ട് ഇവരെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇരുത്തിയിട്ടുണ്ടായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? കൺജോയിന്റ് വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. റേഡിയൽ വാസ്കുലാർ സിസ്റ്റം ആണെങ്കിലോ, റേഡിയൽ വാസ്കുലാർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ സൈലവും ഫ്ലോയും ഡിഫറെന്റ് റേഡിയസിൽ ഡിഫറെന്റ് പാച്ചസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇവിടെ സൈലം സെപ്പറേറ്റ് ആയിട്ട് ഒരു പാച്ച് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, ഫ്ലോയം സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പാച്ച് ആയിട്ട് അവിടെയും ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേഡിയൽ വാസ്കുലാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്, അല്ലെ? ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് ഓപ്പണും ക്ലോസ്ഡും ഉണ്ട് വാസ്കുലാർ സിസ്റ്റം നോക്കുമ്പോൾ. അത് എവിടെയായിരിക്കും വരിക? നമ്മുടെ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിൽ കാമ്പിയം എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കാമ്പിയം പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓപ്പൺ വാസ്കുലാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി കാമ്പിയം ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്ലോസ്ഡ് വാസ്കുലാർ സിസ്റ്റം എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓപ്പൺ എന്നും ക്ലോസ്ഡ് എന്നും പറഞ്ഞ് വിളിക്കുന്നത്? കാമ്പിയം പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ കാമ്പിയം ഇങ്ങനെ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള വാസ്കുലാർ സിസ്റ്റത്തിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും? സെക്കൻഡറി ഗ്രോത്തിനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. അതായത് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ചെടി ഒന്ന് വളർന്നൊന്ന് വന്നു, എന്നിട്ട് ആ ചെടി അങ്ങനെ തന്നെ വളർന്നു പോകാണ്ട് അതിനെന്തിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും? വണ്ണം വെച്ച് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ തെങ്ങ് ആണ് നമ്മൾ നട്ടതെന്ന് വിചാരിക്കാം. തെങ്ങ് ഒന്ന് വണ്ണം വെച്ച് ഒന്ന് പൊങ്ങി ഇങ്ങി പുറത്തേക്ക് ഇങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണ്? ഒറ്റ തടിയായിട്ട് ഒരേ വണ്ണത്തിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, അല്ലെ? അതിനകത്ത് പിന്നെ ഒരു തിക്കനിങ്ങും കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അതേ സമയത്ത് നമ്മളൊരു മാവാണ് നട്ടതെങ്കിലോ എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് വളർന്നൊന്ന് വന്നു, അതിനുശേഷം മേളിലേക്ക് പൊങ്ങി പോകുന്നതിനനുസരിച്ച് അതെന്തും കൂടെ ചെയ്യുന്നുണ്ടായിരിക്കും? വണ്ണവും കൂടെ വെക്കുന്നുണ്ടായിരിക്കും. ആ വണ്ണം വെക്കുന്ന എന്തുവാണ്? അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. സെക്കൻഡറി ഗ്രോത്ത് എന്തുമായിരിക്കും സംഭവിക്കുന്നത്? ചെടിക്ക് വണ്ണം വെച്ച് പോകുന്നത്. ആ ഒരു കേപ്പബിലിറ്റി ഏത് ചെടികൾക്കാണുള്ളത്? ഡൈക്കോട്ട് പ്ലാന്റ്സിനാണുള്ളത്, അല്ലെ? ഡൈക്കോട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് പിന്നെയും വണ്ണം ഗിർത്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് എപ്പോഴും സംഭവിക്കുന്നു? സെക്കൻഡറി ഗ്രോത്തിൽ സംഭവിക്കുന്നു. സെക്കൻഡറി ഗ്രോത്ത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? കാമ്പിയം പ്രസന്റ് ആയതുകൊണ്ട് ഉണ്ടാകുന്നു, ഇല്ലേ? കാമ്പിയം പ്രസന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഈ കാമ്പിയം നമ്മള് ഇവിടെ നിന്ന് സൈലത്തിനെ ഇങ്ങോട്ട്, ആദ്യം ഉണ്ടായിരുന്ന സൈലത്തിനെ താഴേക്ക് അകത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലോയത്തിന് ഈ കാമ്പിയം എന്ത് ചെയ്യും? പുറത്തേക്ക് പുഷ് ചെയ്യും. ഇങ്ങനെ ഈ കാമ്പിയം എന്ത് ചെയ്യും? രണ്ട് വശത്തേക്കും പുതിയ സെൽസിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അകത്തേക്കും പുറത്തേക്കും പുതിയ സെൽസ് ഉണ്ടായി വരുന്നതിനനുസരിച്ച് ചെടിക്ക് വണ്ണം വെച്ച് പോകും. ഇതേ സാധനം തന്നെ ഇങ്ങനെ ഒരു റിംഗ് പോലെ സെക്കൻഡറി ഗ്രോത്ത് വരുന്ന സമയത്ത് ഒരു റിംഗ് പോലെ ഇങ്ങനെ ഫോം ചെയ്തിട്ട് അകത്തേക്കും അതുപോലെ തന്നെ പുറത്തേക്കും എന്ത് ചെയ്യും? സെൽസ് ഫോം ചെയ്ത് വരും. അതിനെയാണ് നമ്മൾ സെക്കൻഡറി തിക്കനിങ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡറി തിക്കനിങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, പക്ഷെ ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഓപ്പൺ ആൻഡ് വാസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാമ്പിയം പ്രസന്റ് ആയിരിക്കും, ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കാമ്പിയം ആബ്സെന്റ് ആയിരിക്കും. ക്ലിയർ? ക്രിസ്മസ് എക്സാം അടുത്തല്ലേ? എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, P/Q അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.